ഗർഭിണികൾക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഇളവുണ്ടോ? ഗർഭിണികളും മുലയൂട്ടുന്ന ആളുകളും രോഗികളുടെ കാറ്റഗറിയിലേക്കാണ് അവരെ പരിഗണിക്കുക. മുർലിനെ സംബന്ധിച്ചും ഹാമിലിനെ സംബന്ധിച്ചുമൊക്കെയുള്ള ഹദീസുകളിലുള്ള അതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മൾ കാണുന്ന പ്രയോഗങ്ങൾ അങ്ങനെയാണ്. ഒരു ഹാമിൽ, ഒരു ഗർഭിണി, അവർക്ക് നോമ്പനുഷ്ഠിച്ചാൽ അത് ഗർഭസ്ഥ ശിശുവിനോ അതല്ലെങ്കിൽ ആ ഗർഭിണിക്കോ ആരോഗ്യ സംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വിദഗ്ധനായ വിശ്വസ്തനായ ഒരു ഡോക്ടർ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അവർ ആ സന്ദർഭത്തിൽ ഊന്നൽ നൽകേണ്ടത് മസ്ലഹത്തിനാണ്. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് നോമ്പ് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇതേപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരു മുലയൂട്ടുന്ന സ്ത്രീക്ക് അവർക്ക് നോമ്പുകാരിയായിരിക്കെ തന്നെ മുലയൂട്ടാവുന്നതാണ്. പക്ഷേ സ്വാഭാവികമായും മുലയൂട്ടുന്ന സാഹചര്യം അവർക്ക് പ്രയാസമുണ്ടാവും. നോമ്പുകാരിയായിരിക്കെ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിലും സ്വാഭാവികമായ പ്രയാസങ്ങളുണ്ടാവും. അതുകൊണ്ട് അവർക്ക് ആ ഇളവ് സ്വീകരിക്കൽ തന്നെയാണ് അഭികാമ്യം. വൃദ്ധന്മാരുടെ അവസ്ഥ? വൃദ്ധന്മാർ, അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അവർ തീർച്ചയായും നോമ്പ് അനുഷ്ഠിക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്, ഷെയ്ഖുൽ കബീർ, അങ്ങേയറ്റം പ്രായമുള്ള ഒരാൾ, അയാൾക്ക് നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമില്ല എങ്കിൽ അവർ നോമ്പ് നോൽക്കേണ്ടതില്ല. അതേപോലെ അജൂസ്, വൃദ്ധയായ ആളുകൾ, സ്ത്രീകൾ, അവർക്ക് നോമ്പ് നോൽക്കാനുള്ള ശാരീരിക ക്ഷമത, അതിനുള്ള ഒരു ശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പ്രായാധിക്യമുള്ള ആളുകൾക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല.